ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. അതിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഖിഡ്കി എന്ന് പറയുന്ന ലഘുകഥയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ ബാക്കി ഭാഗം അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഖിഡ്കി നാമക് ലഘുകഥാ കാ രചയിതാ ഹെ അഞ്ജു ഹർബന്ദ. ഒരു ലഘുകഥ ഹെ അല്ലെങ്കിൽ ഒരു ചെറിയ കഥയാണിത്. നമ്മൾ കുറച്ച് പോയിൻറ്റ്സുകൾ ആദ്യത്തെ രണ്ട് പാർട്സ് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ എന്താണ്, ഹോഷിയാർപൂർ സെ ഷാദിക്ക ബുലാവായത്. ഹോഷിയാർപൂരിൽ നിന്നൊരു ഇൻവിറ്റേഷൻ വന്നു, മാരേജിൻ്റെ ഇൻവിറ്റേഷൻ വന്ന് ലേഖകും അതുപോലെ തന്നെ വൈഫും കുട്ടികളും കൂടെ ഷാദിയിൽ അല്ലെങ്കിൽ മാരേജിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവർ പോകുന്ന ജനറൽ കോച്ചിലാണ്. ഓക്കെ, ഏകദേശം ഒരു 8 घंटे का സഫർ, 8 മണിക്കൂർ യാത്ര ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിൽ ഒരു യുവതി ആ ഒരു ട്രെയിനിലേക്ക്, ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വരികയും ഷോള് വിൽക്കാൻ വേണ്ടിയാണ് വന്നത്. പിന്നീട് അവർ തമ്മിൽ നടന്ന കോൺവെർസേഷൻ നമ്മൾ കണ്ടു. അവസാനം എന്താണ്, പത്നി പറയുവാണ് 100 രൂപയ്ക്ക് തരാമോ എന്ന്, അല്ലെങ്കിൽ ഒരു പീസിന് 100 രൂപ എന്ന രീതിയിൽ പത്നി പറഞ്ഞപ്പം യുവതി പറഞ്ഞാണ് ദീദി സോത്ത് ബഹുത് കം ഹെ, 100 രൂപയ്ക്ക് തരിക എന്ന് പറയുന്നത് എന്താണ്, അത് വളരെ വില കുറവാണ്, എനിക്ക് നഷ്ടമാണ് എന്ന രീതിയിൽ യുവതി പറഞ്ഞു. കഹത്തെ ഹുയെ ഉസ്കാ ഗലാ രൂൻ ഗയ ഓർ ഉസ്കി കജരാരി ആഖെ പറായി. ആ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന യുവതിയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ചൽ ന തേരി ന മേരി 150 per പീസ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, 150 per പീസ്, അതായത് 150 രൂപ, ഒരു പീസിന് 150 രൂപ എന്ന് പത്നി പറയുവാണ്. അച്ഛാ ദീദി ടീക്ക് ഹെ ലോ രംഗ് പസന്ദ് കർ ലോ. രംഗ് പസന്ദ് കർണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നിറമാണ് ഇഷ്ടപ്പെട്ടത് അത് എടുത്തോളൂ എന്ന രീതിയിൽ യുവതി പറയുവാണ്. അതായത് 150 രൂപയ്ക്ക് കൊടുക്കുക എന്ന അവസാനം ആ യുവതി സമ്മതിച്ചു. എന്നിട്ട് പറയുവാണ് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ. കാരണം രംഗ് ബിരംഗി ഷാൾ എന്ന് നമ്മൾ കണ്ടതാണ്, പല കളറുകളിലുള്ള ഷാളുകൾ ആ യുവതിയുടെ കയ്യിലുണ്ടായിരുന്നു. കുച്ച് സോച്ചത്തെ ഹുയെ ഉസ്നെ കഹ ഓർ ഗഡർ പത്നിക്ക് സാമനെ സർക്കാ ദിയ. എന്തോ ആലോചിച്ചുകൊണ്ട് ആ യുവതി അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഗഡർ, ആ ബണ്ടിൽ പത്നിക്ക് സാമനെ സർക്കാ ദിയ, ആ പത്നിയുടെ മുമ്പിൽ വെച്ചു. നമ്മൾ ആ പടത്തിൽ കണ്ടതാണ്, ഈ ഫോട്ടോയിൽ നമ്മൾ കാണുന്നതാണ്. ഒരു കെട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ കയ്യിൽ കുറച്ച് ഷാളുമുണ്ട്. അപ്പോൾ ആ കെട്ട് അവിടെ വെച്ചു. പത്നിനെ 5 शालें अलग कर ली और मेरी और देख रुपये देने का इशारा किया. പത്നിനെ 5 ഷാൾ, എത്രയാണ്, 5 ഷാൾ സെപ്പറേറ്റ് ചെയ്തു. അല കർണ മീൻസ് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ 5 എണ്ണം ഇഷ്ടപ്പെട്ടത് എടുത്ത് മാറ്റി വെച്ചു. ഓർ മേരി ഓർ ദേഖ് റുപ്പയെ ദേനെ കാ ഇഷാര കിയ. അപ്പോൾ ലേഖകൻ്റെ നേരെ നോക്കിയിട്ട് പൈസ കൊടുക്കാനായിട്ടുള്ള ആംഗ്യം കാണിച്ചു. ഓക്കെ, മേനെ ചട്ട്. മേരി ഓർന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് സ്റ്റോറി ഒരാൾ നറേറ്റ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ ലേഖകൻ എന്ന് പറയാം, അല്ലെങ്കിൽ കഹാനിയിലെ നായക്. ഓക്കെ, നെക്സ്റ്റ് ആണ് മേനെ ചട്ട് 750 രൂപയെ നിക്കാൽക്കർ ദേദി. അപ്പം ലേഖകൻ എന്താണ് ചെയ്തത്, പെട്ടെന്ന് തന്നെ 750 രൂപ എടുത്ത് കൊടുത്തു. ഓക്കെ, 750 രൂപ എടുത്ത് നിക്കാൽക്കർ ദേനാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കൊടുക്കുക. 750 രൂപ കൊടുത്തു. ഉസ്കെ ജാനേക്കെ ബാദ് രാസ്തേ പർ. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മളുടെ ആ സിറ്റുവേഷൻ അവിടെ തീർന്നു. ആ ചെറിയ സ്റ്റോറിയിൽ ഒരു സിറ്റുവേഷനാണ്, ട്രെയിനിൽ നടന്ന ഒരു സംഭവമാണ് അവിടെ തീർന്നത്. ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. രണ്ടുപേരുടെ ചിന്താഗതികളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതായത് ആ നടന്ന സംഭവത്തെക്കുറിച്ച് ലേഖകും അതുപോലെ തന്നെ പത്നിയും എന്താണ് ചിന്തിക്കുന്നത്. അപ്പോൾ അവരെന്താണ് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ അവർ ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. അപ്പോൾ അവരെന്താണ് ചിന്തിച്ചതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അവർ ചിന്തിച്ച കാര്യങ്ങൾ എന്താണ്, രണ്ടും സെപ്പറേറ്റ് ആണ്. അതായത് പത്നി ചിന്തിച്ചത് ഒരു കാര്യമാണ്, അതുപോലെ തന്നെ ലേഖക ചിന്തിച്ച മറ്റൊരു കാര്യമാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഉസ്കെ ജാനേക്കെ ബാദ് രാസ്തേ പർ പത്നിക്ക് സൂയി ഇസി ബാത് പർ അടക്കി രഹി. സൂയി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി എന്നാണ്, പക്ഷേ ഇവിടെ അതിൻ്റെ മീനിങ് അതൊരു പ്രയോഗമാണ് അല്ലെങ്കിൽ ഒരു ശൈലിയാണ്. അപ്പോൾ നിങ്ങളുടെ എന്താണ് മീനിങ് കൊടുത്തിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. സൂയി അടക്കന എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ കേന്ദ്രിത് ഹോന, അതായത് ഒരേ കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിനെയൊക്കെയാണ് സൂയി അടക്കന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധ്യാൻ കേന്ദ്രിത് ഹോന, അതെന്താണ്, നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുക, അതൊക്കെയാണ് സൂയി അടക്കന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്താണ്, ക്ലോക്കിൽ ഇപ്പോൾ സൂചി നിന്ന് പോയി കഴിഞ്ഞാൽ എന്താണ്, ആ ക്ലോക്ക് ആ സമയത്ത് തന്നെ നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയോഗം മാത്രമാണ് അത്. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വയ്ക്കുക. വോ ഏക് ബാർ മേ ഹി 150 में मान गई, गलती की थोड़ा तोल मोल और करना चाहिए था.
അപ്പം എന്താണ് പത്നി ചിന്തിക്കുന്നതാണ് വോ ഏക് ബാർ നെഹി, എന്താണ് ഒറ്റ പ്രാവശ്യം തന്നെ 150 രൂപയ്ക്ക് തരാമെന്ന് സമ്മതിച്ചു. മാൻ ഗയി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിച്ചു. ഗൽത്തിക്ക് തോടാ തോൽ മോൽ ഓർ കർണാ ചാഹിയത്, അപ്പോൾ എന്താണ് ആ യുവതിക്ക് ഒരബദ്ധം പറ്റി, കാരണം കൂടുതൽ വില പേശണമായിരുന്നു എന്ന് പത്നിക്ക് തോന്നുവാണ്. കാരണം ആദ്യം തന്നെ 150 രൂപ പറഞ്ഞപ്പം തന്നെ സമ്മതിച്ചു, കുറച്ചുകൂടി വില പേശണമായിരുന്നെങ്കിൽ കുറച്ചുകൂടി വില ഇവർ കൊടുത്തേനെ, ആ രീതിയിൽ ആലോചിച്ചു. ഓർ മേരി സൂയി അതീത് മേ ജാട് കീതി, അപ്പോൾ എന്താണ് അതീത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് അല്ലെങ്കിൽ പണ്ട് നടന്ന കാര്യങ്ങളെയൊക്കെയാണ് അതീത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ലേഖക് ചിന്തിച്ചുകൊണ്ടിരുന്ന പുള്ളിയുടെ ചെറുപ്പകാലത്തെക്കുറിച്ചൊക്കെയാണ്. ഓക്കെ, അല്ലെങ്കിൽ പുള്ളിയുടെ ലൈഫിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ലേഖകൻ അവിടെ ചിന്തിക്കുന്നത്. ബേട്ടിക്കോ ഗോദ് വിട റെയിൽഗാഡിക്ക് ഖിഡ്കി ജാത്ത മേം സോച്ച് രഖാത, അപ്പോൾ ആ കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് റെയിൽഗാഡിക്ക് ഖിഡ്കി എന്ന് വെച്ചാൽ ജനൽ, ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ലേഖകൻ ആലോചിച്ചുകൊണ്ടിരുന്നത് മറ്റൊരു കാര്യമാണ്. മേരെ പിതാബി റെയിൽഗാഡി മേ സാമാൻ ബേച്ച് ജബ് ദഖേ ഖാരെ ഖർ ആത്തെ तो उनकी आँखों में भी वही नमी थी जो आज उस युवती की आँखों में थी. मेरे पिता भी റെയിൽഗാഡി മേ സാമാൻ ബേച്ച്, അപ്പോൾ എന്താണ് ഈ റൈറ്ററിൻ്റെ പിതാജി, റൈറ്ററല്ല ഇവിടുത്തെ നായകിൻ്റെ പിതാജിക്ക് എന്താണ് ജോലി, റെയിൽഗാഡിയിൽ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്ന ജോലിയായിരുന്നു. ഓക്കെ, പണ്ട്. ജബ് ദഖേ ഖാരെ ഹറാത്തെ, ദഖേ ഖാരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണിച്ച് ഹറാത്തെ വീട്ടിലെത്തുമ്പോൾ തോ ഉൻകി ആഖോ മേ ബി വഹി നമീതി, ആ കണ്ണുകളിൽ, ആഖെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ്, നമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നനവ്, ജോ ആജ് ഉസ് യുവതിക്ക് ആഖോ മേ ബി. ഓക്കെ, അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും റെയിൽഗാഡിയിൽ ഇതുപോലെ ട്രെയിനിൽ ഇതുപോലെ സാധനങ്ങൾ വിൽക്കുന്ന ജോലിയായിരുന്നു. അപ്പോൾ എന്താണ് അദ്ദേഹവും ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ഒരു നനവുണ്ടായിരുന്നു. ആ നനവാണ് ഇന്ന് ലേഖക് ആ യുവതിയുടെ കണ്ണുകളിലും കണ്ടത്. അപ്പോൾ എന്താണ് ചെറുപ്പത്തിൽ ലേഖകൻ്റെ ചെറുപ്പത്തിൽ പുള്ളിയുടെ ഫാദർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനാണിത്. കാരണം ഇന്ന് ആ യുവതീനെ കണ്ടപ്പോഴാണ് എൻ്റെ അച്ഛനും ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് വീട്ടിലെത്തിയിരുന്നത് എന്ന് ലേഖകൻ തിരിച്ചറിയുന്നത്. ഓക്കെ, ആ ഒരു തിരിച്ചറിവാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പം ആ ഒരു നടന്ന ഒരു സിറ്റുവേഷൻ, ആ ട്രെയിനിൽ വന്ന് ഒരാൾ, ഒരു യുവതി ഒരു ഷാൾ വിൽക്കാൻ വന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതി, അതായത് പത്നിയും പിന്നെ ലേഖകം എന്താണ് ചിന്തിച്ചതെന്നുള്ളതാണ്. അപ്പോൾ അവർ ചിന്തിച്ച കാര്യങ്ങളും ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആളുകൾ എന്താണ്, നമ്മളൊരു കാര്യം കാണുവാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ഡിഫറൻ്റ് ആയിട്ടാണ്. ഞാൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം എന്താണ് പത്നി ചിന്തിച്ചത് കുറച്ചുകൂടി എന്താണ് ബാർഗെയിൻ ചെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി പൈസ ആ യുവതിക്ക് കിട്ടിയേനെ. എന്നാൽ ലേഖകൻ ചിന്തിച്ചത് എന്താണ്, എൻ്റെ അച്ഛനും ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് വീട്ടിലെത്തിയിരുന്നത് എന്ന് ലേഖകൻ തിരിച്ചറിഞ്ഞു ഈ ഒരു സന്ദർഭത്തിൽ. ഇതാണ് ഈ സ്റ്റോറി എന്ന്, വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് മനസ്സിലാക്കാനും ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോറിയുടെ പേര് എന്ന് പറയുന്നത് ഖിഡ്കിയാണ്. ഇതൊരു ലഘു കഥയാണ്, എഴുതിയത് അഞ്ജു ഹർബന്ത. ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ചിനി ആക്ടിവിറ്റീസ് നോക്കാനുണ്ട്. ഓക്കെ, ആക്ടിവിറ്റീസിന് പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഉണ്ട്. നമുക്ക് ആ വേർഡ്സ് അങ്ങ് നോക്കി പോയേക്കാം. ബുലാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിമന്ത്രൺ എന്നാണ്. സർദി ദസ്തക് ദേന എന്ന് വെച്ചാൽ സർദിക്ക് അനുഭവമാണ്, അതായത് തണുപ്പ് അനുഭവപ്പെടുക. ഞാൻ ഉക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസഹമതി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതമില്ലാതിരിക്കുക, സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയാം. സീറ്റ് ചപ്പടിലേന എന്ന് വെച്ചാൽ സീറ്റ് പക്കടിലേന, സീറ്റ് പിടിക്കുക. മഷ്ഗൂൽ ഹോന എന്ന് വെച്ചാൽ ലീൻ ഹോന, എന്താണ് നമ്മൾ സംസാരത്തിൽ മുഴുകിയെന്ന് അവിടെ പറയുന്നുണ്ട്. ഗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡി ഗഡറി അല്ലെങ്കിൽ ബിഗ് ബണ്ടിൽ. സാവ്ലി എന്ന് വെച്ചാൽ ശ്യാം നെങ്കി, അതായത് ഒരു ഇരുണ്ട നിറമുള്ള. സലോനി എന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദർ എന്നാണ്. കജ്രാരി ആഖ്യം, കാജൽ ലഗി ആഖ്യം, അതായത് എഴുതിയ കണ്ണുകൾ. ഇസ്രാർ കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹ് കർണ എന്ന് പറയാം, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക എന്ന് പറയാം. അതാണ് ഇസ്രാർ കർണ. 2800 എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 എന്നാണ് കറക്റ്റ്. ഹിന്ദിയിൽ വരുമ്പോൾ 250 എന്നാണ്, അത് 250. ഇത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് പറയുന്നത് ഇത്നി എന്നാണ്. അപ്പോൾ അത് എന്താണ് ആ ഒരു കോൺവെർസേഷനിൽ വരുന്ന ആ ഒരു ലോക്കൽ ലാംഗ്വേജിൻ്റെ എഫക്റ്റ് പോലെ തോന്നിക്കാനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇഷാര കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കേത് കർണ, അല്ലെങ്കിൽ സൂചന നൽകുക. ആഖ്യം തരകർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യത്തോടെ നോക്കുക. ഗലാരൂഞ്ചാന എന്ന് വെച്ച് കഴിഞ്ഞാൽ രോനേക്കോ ആന, അതായത് എന്താണ് തൊണ്ണയിടറുക, ഒരു കരയാൻ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കാൻ. സൂയി അടക്കന എന്ന് വെച്ചാൽ ധ്യാൻ കേന്ദ്രിത് ഹോന, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ
ഫോക്കസ് ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് സൂയി അടക്കണ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഖിഡ്കി ജാഗ്ന, അതായത് ഖിഡ്കി ബാഹർ ദേഖന, അല്ലെങ്കിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ഖിഡ്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.